അതിവേഗ റെയിൽപാത പദ്ധതിയുമായി ശ്രീധരൻ മുന്നോട്ട് പോകും. മലപ്പുറം പൊന്നാനിയിൽ ഓഫീസും ഉദ്ഘാടനം ചെയ്തു. DPRന്റെ പ്രവർത്തനം ആരംഭിക്കുന്നതിനൊപ്പം പദ്ധതിയുമായി ബന്ധപ്പെട്ട ജനങ്ങളുടെ ആശങ്കകൾ അകറ്റാൻ തെരഞ്ഞെടുത്ത കേന്ദ്രങ്ങളിൽ യോഗങ്ങളും നടത്തുമെന്ന് പൊന്നാനിയിൽ നിന്ന് ഗോകുൽ കെ വേണുഗോപാൽ റിപ്പോർട്ട് ചെയ്യുന്നു. പറയൂ ഗോകുൽ. SKN പൊന്നാനിയിലെ DMRCയുടെ ഓഫീസിന്റെ ഉദ്ഘാടനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ശ്രീധരന്റെ ഭാര്യ രാധാ ശ്രീധരനാണ് ആദ്യം നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ ശ്രീധരൻ, അദ്ദേഹത്തിന്റെ ഭാര്യ, അടുത്ത കുടുംബങ്ങൾ, അതോടൊപ്പം തന്നെ റെയിൽവേയിലെ വിരമിച്ച ചില ജീവനക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾ ചേർന്നിട്ടാണ് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ തന്നെ വീടിനോട് ചേർന്നിട്ട്, പൊന്നാനിയിലാണ് ഈ ശ്രീധരന്റെ വീട്, അതിനോട് തന്നെ ചേർന്നിട്ടുള്ള മറ്റൊരു വീടിന്റെ 2ാം നിലയാണ് ഓഫീസായി പ്രവർത്തനം ആരംഭിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി ഇന്നലെ തന്നെ ചില റിട്ടയർഡ് റെയിൽവേ ജീവനക്കാരൊക്കെ ഇവിടെ എത്തിയിരുന്നു. അവർ ഇന്നലെ തന്നെ ഇവിടെ സജീവമാണ്. ഇന്നിപ്പോൾ ഉദ്ഘാടനത്തിന് ശേഷം മെട്രോമാൻ ഈ ശ്രീധരനുമായി അവർ ഒരു കൂടിയാലോചനാ യോഗം നടത്തും. അതിനുശേഷമായിരിക്കും ഇതിന്റെ തുടർ നടപടികളെ സംബന്ധിച്ച കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക. പ്രാർത്ഥനയോടെയൊക്കെ കൂടിയിട്ടാണ് ഇതിന്റെ ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെയും ഒക്കെ ഫോട്ടോയൊക്കെ സ്ഥാപിച്ച ഒരു ഓഫീസ് മുറിയാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. ഇതിന്റെ മറ്റ് നടപടിക്രമങ്ങൾ, അതായത് ഓഫീസിന്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കമ്പ്യൂട്ടർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ അടുത്തു തന്നെ ഇങ്ങോട്ടേക്ക് എത്തിക്കുമെന്ന് അറിയിച്ചിട്ടുമുണ്ട്. കഴിഞ്ഞ ഏറെ നാളുകളായിട്ട് കേന്ദ്ര റെയിൽവേ മന്ത്രി വിദേശത്തായതിനാലാണ് ഇതുമായി ബന്ധപ്പെട്ട മറ്റു പ്രഖ്യാപനങ്ങൾ ഉണ്ടാവാതിരുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. റെയിൽവേ മന്ത്രി തിരിച്ച് ഇന്ത്യയിലേക്ക് എത്തിയ സ്ഥിതിക്ക് ഇനി DPR തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ തുടങ്ങാൻ DMRCയെ അറിയിക്കുമെന്ന്, അതിനുള്ള ഉത്തരവ് പുറത്തിറങ്ങുമെന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. അതിനുശേഷം DMRC തനിക്ക് ഇത്തരത്തിലുള്ള നിർദ്ദേശം നൽകും. തുടർന്ന് തന്നെ ഇതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ടേക്ക് പോവും. ഈ കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ തനിക്ക് ബോധ്യമുള്ളതാണ്. അതിനാലാണ് കഴിഞ്ഞ ജനുവരി 16-ാം തീയതി കേന്ദ്ര റെയിൽവേ മന്ത്രിയുമായി ചർച്ച നടത്തുകയും ഇത്തരത്തിലുള്ള ഉറപ്പ് തനിക്ക് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഓഫീസ് തുറന്ന് പ്രവർത്തിപ്പിക്കുകയും വളരെ വേഗം തന്നെ ഈ അതിവേഗ റെയിലുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നത് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അദ്ദേഹം മുന്നോട്ടേക്ക് തന്നെയാണ്. കേന്ദ്ര ബജറ്റിൽ ഈ അതിവേഗ റെയിലിന്റെ പ്രഖ്യാപനം ഇല്ലാത്തതൊന്നും ഒരു ആശങ്ക സൃഷ്ടിക്കുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. ഇന്ന് ഓഫീസിന്റെ ഉദ്ഘാടനം തുടങ്ങി പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. 15-ാം തീയതിയോട് കൂടിയിട്ട് ജനങ്ങളുമായി സംവദിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികളൊക്കെ ആയിരിക്കും ആരംഭിക്കുക. ഒരാഴ്ചക്കകം തന്നെ DPR പുറത്തിറക്കാൻ, അല്ലെങ്കിൽ DPR നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള, തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള നിർദ്ദേശം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതിനാൽ തന്നെ ഇത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനം കിട്ടിയതിനാൽ തന്നെ അദ്ദേഹം DPR തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള നിർദ്ദേശം ലഭിക്കാൻ സാധ്യതയുണ്ട്. ഈ ശ്രീധരൻ പ്രതികരിക്കുന്നു. അല്ല, ഓഫീസ് എന്തായാലും ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോ എന്തൊക്കെയായിരിക്കും അതിന്റെ ബാക്കി? വളക്ക് ഇതാവോ? അത് വെച്ചോളൂ, തർക്കം പിടിക്കണ്ട. ടേബിളിലേക്ക് അങ്ങ് വെക്കാമോ? അത് ടേബിളിലേക്ക് ഇല്ലില്ല, കുഴപ്പമില്ല. ഇപ്പോൾ ഓഫീസിൽ ഞങ്ങൾ കയറി ഓഫീസ് തുറന്നു. സ്റ്റാഫ് വളരെ ആൾക്കാരെ വിളിച്ചിട്ടുണ്ട്, പക്ഷെ എല്ലാവരും എത്തിയിട്ടില്ല. അവിടെ ഓരോരുത്തരെയും വന്ന് ചേരും. ഇന്ന് മുതൽക്ക് ശരിക്കും ഒഫീഷ്യലായിട്ട് ഞങ്ങൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യണം. ഇന്ന് മുതൽക്ക് സെക്കൻഡ് ഞാനിപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞതിന് ശേഷം എൻ്റെ സ്റ്റാഫായിട്ട് അവരോട് ഓരോരുത്തർക്കും എന്തെല്ലാം ചെയ്യേണ്ട ആവശ്യം, എങ്ങനെ ചെയ്യേണ്ടത് എന്ന് ഞാൻ പറഞ്ഞു കൊടുക്കും. ഞങ്ങളുടെ വലിയ ഒരു ഉപദേശം അവർക്ക് ചെയ്യാനുള്ളത് എന്താ വെച്ചാൽ, നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നാട്ടുകാർക്കൊരു ഉപദ്രവം ഉണ്ടാവരുത്. എന്ത് ചെയ്താലും അവർക്ക് ക്ലാശകരമായ ഒരു സാധനം ചെയ്യരുത്. വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനുള്ള പ്രതിവിധി കാണണം. അതാണ് നമ്മുടെ ആവശ്യം. അങ്ങനെയുള്ള ഒരു കൾച്ചർ അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം. പിന്നെ ടൈം ഈസ് മണി. ഇവിടെ
വേഗം പണി കഴിഞ്ഞില്ലെയോ പണം ജാസ്തിയാവുകയുള്ളൂ. കാരണം വേഗം പണി തീർക്കാനുള്ള എങ്ങനെ ചെയ്യേണ്ടത്, എന്തൊക്കെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു കൊടുക്കും ഞാൻ. ഇതിപ്പോൾ ഞാൻ പല DPR പ്രിപ്പയർ ചെയ്ത ആളാണ്. ഇത് ഫസ്റ്റ് ടൈം ഒന്നുമല്ല. ആൻഡ് ദി ബിഗ്ഗസ്റ്റ് DPR വാസ് ഫോർ കൊങ്കൺ റെയിൽവേ. അതൊക്കെ എങ്ങനെ ഉണ്ടാക്കിയത് അതിനൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കും അവർക്ക് എങ്ങനെ. പിന്നെ ഒന്നുള്ളത് ഈ ഞങ്ങളുടെ ആക്ച്വൽ ഫീൽഡ് വർക്ക് അത് ഒരു ജൂൺ 1 ആകുമ്പോഴേക്കും തീർക്കണമെന്നാണ് എൻ്റെ വിചാരം. കാരണം അപ്പോഴേക്കും മഴ വരുമോ, നല്ല മഴ. അപ്പോൾ ഏപ്രിൽ എൻഡ് മെയ് ആയിട്ട് ഫീൽഡ് വർക്ക് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. അതിനുള്ള ഏജൻസി ഫിക്സ് ചെയ്യും. അലൈൻമെൻറ്റ് എങ്ങനെയൊക്കെ പോകേണ്ടത് അതൊക്കെ ഇന്നൊക്കെ തീർച്ചയാക്കും. ഇപ്പോൾ ഏതൊക്കെ സ്റ്റേഷനാണ് വേണ്ടതെന്ന് ഞാൻ തീർച്ചയാക്കുള്ളൂ. അതിൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് തോന്നുന്നില്ലല്ലോ അല്ലേ? ഏതൊക്കെ സ്റ്റേഷനാണ് വേണ്ടത്, ഏതൊക്കെ സ്റ്റേഷനാണ് വേണ്ടതെന്ന് തീർച്ചയാക്കി ഈ സ്റ്റേഷൻ എവിടെ ലൊക്കേറ്റ് ചെയ്യേണ്ടത് അത് അവർ പോയി നോക്കുമ്പോൾ ഓരോരുത്തരായിട്ട് അത് എലിവേറ്ററാണോ അണ്ടർഗ്രൗണ്ടാണോ അത് നോക്കിയിട്ട് വരും. എന്നിട്ട് സ്റ്റേഷൻ ടു സ്റ്റേഷൻ എങ്ങനെയാണ് പോകേണ്ടത് അത് ഞങ്ങൾ പ്ലാൻ ഉണ്ടാക്കും. ഉടനെ ഇപ്പോൾ ഗൂഗിളിലോ അല്ലെങ്കിൽ സർവേ ഓഫ് ഇന്ത്യയുടെ മാപ്പ് മേടിച്ചിട്ടോ അത് വരച്ചിട്ടോ കൈകൊണ്ട് വരയ്ക്കും. എന്നിട്ട് ഇവർ ഓരോരുത്തരും പോയിട്ട് അതുകൂടെ നടന്നു പോയി, നാട്ടുകാരൊന്നും അറിയില്ല കേട്ടോ, നടുകൂടെ നടന്നു പോയിട്ട് അങ്ങോട്ട് മാറ്റം എങ്ങനെയാണ് തീർച്ചയായിട്ട് വരും. അത് ശരിക്കും ഞാൻ പറഞ്ഞില്ലേ നമുക്ക് 22 സ്റ്റേഷനാണ്. അപ്പോൾ 21 ഗ്യാപ്സുള്ളത്. 21 ഗ്യാപ്സും ഇങ്ങനെ നടന്നിട്ട് അത് ഫൈനലൈസ് ചെയ്യണം. ഓരോ ഗ്യാപ്പിൽ 20 കിലോമീറ്റേഴ്സ് ഉള്ളൂ. ശരിക്കും 2 ദിവസം കൊണ്ട് കഴിയാനുള്ള പണിയല്ലോ അവർക്ക്. അതിന് അവർക്ക് അതിനുള്ള അഡ്വൈസ് കൊടുക്കും, എന്തൊക്കെയാണ് നോക്കേണ്ടത്, എങ്ങനെയൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈ സർവേ പാർട്ടീസ് ഉള്ളിൽ വരുമല്ലോ. സർവേ പാർട്ടീസ് വരുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് എല്ലാം നാട്ടുകാരെ കൈയെടുക്കണം. അവരെ ഫുൾ ട്രസ്റ്റ് ഞങ്ങൾക്ക് വേണം. അതിനുള്ള ഏർപ്പാട് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ പിന്നെ ഒന്നും പഠിക്കല്ല. ശരിക്കും ആക്ച്വൽ സർവേ ഞങ്ങൾ മാനുവലായിട്ട് ചെയ്യാൻ പോവാം. ഇതൊന്നുമല്ല, ലിഡാർ സർവേ ഒന്നുമല്ല, മാനുവലായിട്ട് ഓരോ 50 മീറ്റർ 100 മീറ്റർ ചെയ്തിട്ട് സെൻട്രൽ പില്ലേഴ്സ് മാത്രമേ പഠിക്കുള്ളൂ. അയക്കുമ്പോൾ സെൻട്രലായിട്ട് പോകണം, പിള്ളേർ മാത്രമേ അടിക്കുള്ളൂ. അത് പെഗ്സ് വാരി അതടിച്ച് നോക്കും. എന്നിട്ടാണ് അതിന് ശേഷമാണ് ഈ ലാൻഡ് അക്വിസിഷൻ എത്രയാണ് വേണ്ടത് അതിനൊരു പെഗ് അടിക്കുകയുള്ളൂ. ഞങ്ങൾ ഈ യെല്ലോ കല്ലൊന്നും പോയി ഇടാൻ പോകുന്നില്ല. എപ്പോൾ തൽക്കാലം ഇടും, ഒരു സമയത്തിടും. അത് കാര്യമായിട്ട് ഏതൊക്കെ ലാൻഡാണ് വരുന്നത്, അത് ഏതാണ്ട് എത്ര ഞങ്ങളുടെ ലയബിലിറ്റി എത്ര ഉണ്ടാകുന്നത് റിക്വയർ ചെയ്യുകയാണെങ്കിൽ ഈ ലാൻഡ് അക്വിസിഷനും കൂടി ഞങ്ങൾ വലിയ റിജിഡായിട്ട് പോയില്ല. ഞങ്ങൾക്ക് 20 മെട്രോ മനീഷ് ശ്രീധരൻ ഓഫീസ് ഉദ്ഘാടനം ചെയ്തതിനു ശേഷം വാർത്താലേഖകരുമായി സംസാരിക്കുകയായിരുന്നു. എന്റെ തത്സമയ സംപ്രേഷണമാണ് നിങ്ങൾ കണ്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.